അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൗദി അറേബ്യയിലെ മക്കമദീന നഗരങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശിക്കുന്നതിന് കർശനമായ വിലക്കുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കൾക്കോ മറ്റ് അമുസ്ലിംകൾക്കോ മക്കയിലോ മദീനയിലോ കഅബയിലോ പ്രവേശിക്കാൻ അനുവാദമില്ല. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് അവർക്ക് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അമുസ്ലിം വഞ്ചനയിലൂടെയോ രഹസ്യമായോ മക്കയിലോ മദീനയിലോ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ആരുടെയും ഉള്ളൊന്ന് വിറപ്പിക്കുന്ന തരത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അത്തരമൊരു യഥാർത്ഥ കഥയാണ്. അതിലൊരു ഹിന്ദു യുവതി തൻ്റെ ഐഡന്റിറ്റി മാറ്റി മക്കയിലെത്തുകയും കഅബയുടെ ഉള്ളിൽ വരെ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ പ്രവേശിച്ചതിന് ശേഷം അവൾക്ക് സംഭവിച്ച അത്ഭുതകരമായ സംഭവങ്ങൾ നിങ്ങളെ തീർച്ചയായും വിസ്മയിപ്പിക്കും. പ്രിയ ആദരണീയരായ പ്രേക്ഷകരെ ഓർക്കുകയും, ലോകത്ത് യഥാർത്ഥ മതമായി അംഗീകരിക്കപ്പെട്ട ഒരേയൊരു മതം ഇസ്ലാമാണ്. ഇഹലോകത്തെയും പരലോകത്തെയും വിജയം ഈ മതത്തിൽ മാത്രമാണ്. സുഹൃത്തുക്കളെ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള റിയ എന്ന ഒരു യുവതിയുണ്ടായിരുന്നു. കുറച്ചു കാലം മുൻപ് വരെ അവൾ ഒരു പ്രശസ്തയായ സോഷ്യൽ മീഡിയ താരമായിരുന്നു. അവളുടെ സൗന്ദര്യം അവൾക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. പിന്നീട്ടിയ ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലാവുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ വിവാഹിതരാവുകയും ചെയ്തു. റിയ ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അതിനാൽ അവൾ വീട്ടിൽ സ്വന്തം ആചാരങ്ങളും പ്രാർത്ഥനകളും നടത്തി. അവളുടെ ഭർത്താവ് മുസ്ലിമായതിനാൽ നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. എങ്കിലും ഈ വ്യത്യാസം അവർക്കിടയിൽ ഒരിക്കലും ഒരു പ്രശ്നവും സൃഷ്ടിച്ചില്ല. ഇരുവരും തങ്ങളുടെ രീതിയിൽ ദൈവത്തെയും അവരവരുടെ ആരാധ്യരെയും ആരാധിച്ചു പോന്നു. അങ്ങനെ അവരുടെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം റിയയെ പെട്ടെന്നൊരു ഭയാനകമായ രോഗം പിടികൂടി, ക്യാൻസർ. ആ രോഗത്തിന്റെ പേര് കേൾക്കുന്നത് പോലും ആളുകളെ വിറപ്പിക്കുന്നു. അതിനുശേഷം റിയയും ഭർത്താവും ചികിത്സയ്ക്കായി തീവ്രമായ ശ്രമങ്ങൾ തുടങ്ങി. റിയ ഡോക്ടർമാരോട് പറയുമായിരുന്നു, നിങ്ങൾക്കെത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ ദയവായി എൻ്റെ അസുഖം ഭേദമാക്കണം. ഡോക്ടർമാർ തങ്ങളാൽ കഴിയുന്നതെല്ലാം പരീക്ഷിക്കുകയും വിവിധ ചികിത്സകൾ നൽകുകയും ചെയ്തു. പക്ഷേ അവസാനം ക്യാൻസറിന് മുന്നിൽ അവരും നിസ്സഹായരായി. ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ലെന്ന് റിയക്ക് തോന്നിത്തുടങ്ങി. റിയ പറയുന്നു, ഇത്രയും കാലം എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്നും ഞാൻ പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്നും ഞാൻ കരുതി. ആ സമയത്ത് ഞാൻ വളരെ പ്രശസ്തയായ ഒരു താരമായിരുന്നു. സൗന്ദര്യവും ഗ്ലാമറുമാണ് എല്ലാം എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ ക്യാൻസർ പോലുള്ള ഒരു രോഗം എന്നെ ബാധിച്ചപ്പോൾ പണമോ സൗന്ദര്യമോ ഒന്നിനും ഉപകരിക്കില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവൾ കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചുകൂടാ? പക്ഷേ അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടികളെയും ഭർത്താവിനെയും കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ പോയാൽ അവർക്ക് എന്തു സംഭവിക്കും? റിയ പറയുന്നു, എനിക്ക് ക്യാൻസർ പോലുള്ള ഒരു രോഗം വന്നപ്പോൾ എൻ്റെ കയ്യിൽ പണവും പ്രശസ്തിയും അധികാരവുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവ് എന്നെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ രോഗം എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചുവെന്ന് അവർ പറഞ്ഞു. ഇനി ചികിത്സയൊന്നും അവശേഷിക്കുന്നില്ലെന്ന് അവർ വളരെ ദുഃഖത്തോടെ ഞങ്ങളോട് പറഞ്ഞു. അതിനാൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നെ പരിചരിക്കാൻ അവർ ഭർത്താവിനോട് ഉപദേശിച്ചു. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ രോഗം സുഖപ്പെടുത്തുന്ന ഒരാൾ ഇനിയുമുണ്ട്, അത് അല്ലാഹു തആലയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് അല്ലാഹുവിൻ്റെ ഭവനമായ കഅബയിലേക്ക് പോകാം. അവിടെ നമുക്ക് അവനോട് പാപമോചനം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ലാഹു നിന്നെ തീർച്ചയായും സുഖപ്പെടുത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. റിയ പറയുന്നു, അപ്പോഴേക്കും ഞാൻ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിരുന്നു. ഞാൻ ആശ്രയിച്ചവർക്കൊന്നും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ എൻ്റെ ഭർത്താവ് മക്കയെയും അല്ലാഹുവിൻ്റെ ഭവനത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിനിയും പ്രതീക്ഷയുണ്ടെന്ന് തോന്നി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, അത് നമ്മൾ തീർച്ചയായും മക്കയിലേക്ക് പോകും. അവിടെ നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുകയും എൻ്റെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം ഈ രോഗത്തിനുള്ള ചികിത്സ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്ന് അപ്പോഴേക്കും എനിക്ക് ബോധ്യമായിരുന്നു.
സുഹൃത്തുക്കളെ, ഇതിനുശേഷം റിയ പറയുന്നു, ഞാൻ കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ പേര് റിയ എന്നതിൽ നിന്ന് ഹീന എന്നാക്കി മാറ്റിയ പേരിൽ എൻ്റെ പാസ്പോർട്ടും തയ്യാറാക്കി. അങ്ങനെ ഞങ്ങൾ ഇരുവരും ഭാര്യാഭർത്താക്കന്മാരായി അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ ഹീനയായി മാറിയ റിയ പറയുന്നു, ആ ദിവസം ഞാൻ അതീവ സന്തുഷ്ടയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് കഅബയിൽ പ്രവേശിക്കുന്ന ആ നിമിഷം വന്നെത്തി. എൻ്റെ കണ്ണുകൾ ആദ്യമായി കഅബയിൽ പതിഞ്ഞ നിമിഷം. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. എൻ്റെ കഴിഞ്ഞകാല ചെയ്തികളെ ഓർത്ത് ഞാൻ പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു. കാരണം അതുവരെ എൻ്റെ ജീവിതം മുഴുവൻ പാപങ്ങളിലായിരുന്നു ഞാൻ ചെലവഴിച്ചത്. എന്നിട്ട് ഞാൻ കഅബയ്ക്ക് മുന്നിൽ വിനയത്തോടെ ഇരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, എൻ്റെ നാഥായി, ലോകത്തിലെ ഒരു ഡോക്ടറുടെ അടുത്തും എൻ്റെ രോഗത്തിന് ചികിത്സയില്ല. അവർ പരമാവധി ശ്രമിച്ചു, പക്ഷേ ഞാൻ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ് അവരെന്നെ കൈവിട്ടു. അതിനാൽ എൻ്റെ നാഥ, ഇനി നീ മാത്രമാണ് എൻ്റെ അവസാന പ്രതീക്ഷ. ശേഷം ഞാൻ കഅബയെ ത്വവാഫ് ചെയ്യുകയും പ്രാർത്ഥന തുടരുകയും ചെയ്തു. എൻ്റെ അല്ലാഹുവേ, എന്നെ നിരാശപ്പെടുത്തരുതേ. അല്ലാഹുവേ, എൻ്റെ രോഗം സുഖപ്പെടുത്തുകയും ഈ രോഗത്തിന് ചികിത്സയില്ലെന്ന് പറയുന്ന ആ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യണമേ. ഇപ്പോൾ റിയ പറയുന്നു, ഇപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വാസത്തിലേക്കെത്തിയിരുന്നു. ഇതിനുശേഷം ഞാൻ മക്കയിലെ മഹാപണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോയി. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാനും അല്ലാഹുവിനെ ഓർക്കാനും റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും കഴിയുന്നത്ര സംസം വെള്ളം കുടിക്കാനും അവർ എന്നെ ഉപദേശിച്ചു. അതോടെ എൻ്റെ ഹൃദയത്തിൽ വലിയ സമാധാനവും ശാന്തതയും അനുഭവപ്പെടാൻ തുടങ്ങി. സംസം വെള്ളം ഏതുദ്ദേശത്തോടെയാണോ കുടിക്കുന്നത്, ആ ഉദ്ദേശം നിറവേറ്റപ്പെടുമെന്ന പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്യത്തിൽ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അതിനാൽ എൻ്റെ രോഗവും തീർച്ചയായും ഭേദമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. സുഹൃത്തുക്കളറിയ പറയുന്നു, എനിക്ക് അവിടെ കുറച്ച് സുഹൃത്തുക്കളെയും ലഭിച്ചിരുന്നു. അവർ എന്നെ ഒരുപാട് ബഹുമാനിച്ചു. ഞാൻ കഅബയിലെത്തിയപ്പോൾ രോഗം കാരണം എൻ്റെ ശരീരം ഭയാനകമായ അവസ്ഥയിലായിരുന്നു. എൻ്റെ തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞുപോയിരുന്നു. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, സംസം വെള്ളം പുരട്ടുകയും ശരീരം മുഴുവൻ അതുകൊണ്ട് കഴുകുകയും ചെയ്യുക. എങ്കിലും എന്ത് സംഭവിക്കുമെന്നറിയാതെ ഞാൻ വളരെ ഭയപ്പെട്ടിരുന്നു. രോഗം കാരണം എൻ്റെ ശരീരം തൊടാൻ പോലും എനിക്ക് ഭയമായിരുന്നു. അതിനാൽ ധൈര്യം സംഭരിച്ചാൻ പതുക്കെ സംസം വെള്ളം കൊണ്ട് എൻ്റെ ശരീരം കഴുകാൻ തുടങ്ങി. ക്രമേണ എൻ്റെ ശരീരം സുഖം പ്രാപിക്കാനും രോഗം കുറയാനും തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ ഒരത്ഭുതം സംഭവിച്ചു. എൻ്റെ വേദനയും രോഗവും പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഞാൻ സ്തബ്ധയായി പോയി വാക്കുകൾക്ക് വിവരിക്കാനാവാത്തത്ര സന്തോഷിച്ചു. കാരണം അല്ലാഹു തആല എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചിരുന്നു. റിയ പറയുന്നു, എന്നിട്ട് ഞാൻ ഈ സന്തോഷവാർത്ത വേഗം എൻ്റെ ഭർത്താവുമായി പങ്കുവച്ചു. അദ്ദേഹം വളരെയധികം സന്തോഷിക്കുകയും ഉടൻ തന്നെ അല്ലാഹുവിന് നന്ദി പറഞ്ഞ് സുജൂദിൽ വീഴുകയും ചെയ്തു. വലിയ ഡോക്ടർമാർ പോലും കൈവിട്ട രോഗം ഇത്ര പെട്ടെന്ന് എങ്ങനെ സുഖപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അല്ലാഹുവിൻ്റെ ശക്തി അപാരമാണ്. അവൻ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാൻ അവന് കഴിയും. അവനൊന്നും അസാധ്യമല്ല. റിയ പറയുന്നു, അതിനുശേഷം ഞാനും ഭർത്താവും വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് ഞങ്ങൾ ആ ഡോക്ടർമാരുടെ അടുത്തേക്ക് വീണ്ടും പോയി. ഈ രോഗത്തിന് ചികിത്സയില്ലെന്ന് മുൻപ് ഞങ്ങളോട് പറഞ്ഞിരുന്നവരുടെ അടുത്തേക്ക്. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു പോയി. അവർ ചോദിച്ചു, നിങ്ങൾ ക്യാൻസർ അവസാന ഘട്ടത്തിലെത്തിയ അതേ റിയ തന്നെയാണോ? ഞാൻ അഭിമാനത്തോടെ മറുപടി നൽകിയത്, നിങ്ങൾ ഉപേക്ഷിച്ച അതേ റിയയാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ എൻ്റെ നാഥനിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജീവിതവും മരണവും അല്ലാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. റിയ പറയുന്നു, അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ അല്ലാഹുവിനെയും പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സേയുടെ സുന്നത്തിനെയും പിന്തുടർന്ന് ജീവിക്കുന്നു. ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, എനിക്കും എൻ്റെ ഭർത്താവിനും എല്ലാ മുസ്ലിങ്ങൾക്കും നീ പുറത്തു തരേണമേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരേണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിന് ഹൃദയത്തിൽ തൊട്ടൊരു ലൈക്ക് നൽകാനും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയ പറയുന്നു, അതിനുശേഷം ഞാനും ഭർത്താവും വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് ഞങ്ങൾ ആ ഡോക്ടർമാരുടെ അടുത്തേക്ക് വീണ്ടും പോയി. ഈ രോഗത്തിന് ചികിത്സയില്ലെന്ന് മുൻപ് ഞങ്ങളോട് പറഞ്ഞിരുന്നവരുടെ അടുത്തേക്ക്. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു പോയി. അവർ ചോദിച്ചു, നിങ്ങൾ ക്യാൻസർ അവസാന ഘട്ടത്തിലെത്തിയ അതേ റിയ തന്നെയാണോ?
ഞാൻ അഭിമാനത്തോടെ മറുപടി നൽകിയത് നിങ്ങൾ ഉപേക്ഷിച്ച അതേ റിയയാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ എൻ്റെ നാഥനിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമും ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. റിയ പറയുന്നു, അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ അള്ളാഹുവിനെയും പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സേയുടെ സുന്നത്തിനെയും പിന്തുടർന്ന് ജീവിക്കുന്നു. ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ, എനിക്കും എൻ്റെ ഭർത്താവിനും എല്ലാ മുസ്ലിങ്ങൾക്കും നീ പുറത്തു തരേണമേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരേണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിന് ഹൃദയത്തിൽ തൊട്ടൊരു ലൈക്ക് നൽകാനും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.